ഷാനവാസ് ഇന്നലെ ആദിലേരുടെ അടുത്തും നൂറയുടെ അടുത്തും പറയുന്നുണ്ട്. നമുക്ക് അനീഷിന്റെ കൂടെ ഒന്ന് സംസാരിക്കണം. എനിക്ക് അവനെ മാത്രമേ ബോധ്യപ്പെടുത്താനുള്ളൂ. അതായത് അവൻ മാത്രമാണ് എ ടു ഇസഡ് കാര്യങ്ങൾക്ക് എൻ്റെ കൂടെ നിന്നത്. എനിക്ക് അവനെ ബോധ്യപ്പെടുത്താനുണ്ട്. എനിക്ക് അവനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് ഈ നെവിൻ ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഷാനവാസ് ഇതിനെ ഒരു വലിയ പ്രശ്നമാക്കി മാറ്റാൻ ആക്ച്വലി ഉദ്ദേശിക്കുന്നില്ല. നെവിനെ മോശക്കാരനായിട്ട് ചിത്രീകരിക്കാനും ഉദ്ദേശിക്കുന്നില്ല. ഞാൻ സോറി പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം എന്നൊക്കെ ഷാനവാസ് പറഞ്ഞത് ആക്ച്വലി പുള്ളി ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. പുള്ളി ആക്ച്വലി ഒരു 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 കുഴപ്പമില്ലാത്തൊരു മനുഷ്യനാണ് കേട്ടോ. എന്ന് വെച്ചാൽ അങ്ങനെ ആരെയും ദ്രോഹിക്കണമെന്നൊന്നുമില്ല. അതായത് നെവിനെ തന്നെ ദ്രോഹിക്കണം എന്നൊന്നും ഷാനവാസിനില്ല. അതുകൊണ്ടാണ് ഷാനവാസ് ഇതുവരെ ഈ വിഷയം എടുക്കാതിരുന്നത്. അന്ന് ആദില പെട്ടുപോയപ്പോഴോ ആദില അന്ന് ഷാനവാസിന്റെ കൂടെയാണ് നിൽക്കുന്നത്. ഒപ്പം നെവിൻ ഷാനവാസുമായിട്ട് അടികൂടുന്നുണ്ട്. അങ്ങനെ ആദില പെട്ടുപോയ സമയത്താണ് ഷാനവാസ് ആദിലെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ വിഷയം എടുത്തിട്ടിട്ട്. അത് ആദിലെ ചോദിച്ചതുകൊണ്ട്. പക്ഷേ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അത് ഷാനവാസിന്റെ തലയിൽ വന്നു. നെവിൻ്റെ ഇമേജിനെ മോശമായി ബാധിച്ചു. അതായത് നെവിൻ എന്തൊക്കെ പറഞ്ഞാലും പുള്ളിക്ക് പുറത്തൊരു ലൈഫ് ഉള്ളതാണല്ലോ. അപ്പോൾ ഷാനവാസ് അതിനെ ഒന്നും നശിപ്പിക്കണമെന്നൊന്നും പുള്ളിക്കില്ല. അപ്പോൾ പുള്ളി ഈ വിഷയം കൊണ്ടുപോയിട്ട് നെവിൻ കുറ്റക്കാരനാണെന്ന് സ്ഥാപിക്കാനോ അല്ലെങ്കിൽ നെവിൻ ഒരു മോശക്കാരനാണെന്ന് സ്ഥാപിച്ച് നെവിനെ എല്ലാവരുടെയും മുമ്പിൽ ചീത്തയാക്കാനോ ഒന്നും അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. ഷാനവാസ് ഈ വിഷയം അവസാനിപ്പിക്കാനാണ് ആക്ച്വലി ആഗ്രഹിക്കുന്നത്. ഇത് ചർച്ചയാക്കാൻ പോലും പുള്ളിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇത് റിയാസ് വന്നിട്ടാണ് വീണ്ടും നെവിൻ ഇതിൽ കയറി പിടിച്ച് ചർച്ചയാവുന്നത് ഈ വിഷയം. അപ്പം എന്തായാലും ഷാനവാസ് പറയുന്നത് ഇത്രേ ഉള്ളൂ. എനിക്ക് ആകെ ബോധ്യപ്പെടുത്താനുള്ളത് അനീഷിനെയാണ്. എന്ത് ബോധ്യപ്പെടുത്താന്ന് വെച്ചാൽ അനീഷ് പറഞ്ഞു ലാലേട്ടൻ വരുമ്പോൾ ഇത് തെളിയിക്കണം എന്നാണ് അനീഷ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് തെളിയിച്ചു കഴിഞ്ഞാൽ ഷാനവാസ് കൂടുതൽ എന്ത് ചെയ്യും? നെവിനെ ബ്ലെയിം ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ അനാവശ്യമായിട്ട് നെവിനെ മോശക്കാരനായിട്ട് ചിത്രീകരിക്കേണ്ടി വരും. അത് ആക്ച്വലി നെവിന് ഭയങ്കരമായിട്ട് ഡാമേജ് ഉണ്ടാക്കും. ഷാനവാസിന്റെ അടുത്ത് അനീഷ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇത് നീയാണ് തെറ്റുകാരനെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് നിർത്തും, അല്ലെങ്കിൽ നമ്മൾ ലൈഫ് ലോങ് ഫ്രണ്ട്സ് ആയിരിക്കും എന്നൊക്കെയാണ്. അപ്പോൾ ഇവിടെ അനീഷ് വിചാരിക്കുന്ന ലാലേട്ടൻ വന്ന് ഇത് വീഡിയോ ഇട്ട് കാണിച്ചു കൊടുക്കുമെന്നാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതൊന്നും പോസിബിൾ അല്ല. അങ്ങനെ ആരെയും മോശമായി ചിത്രീകരിക്കാനൊന്നും ബിഗ് ബോസ് കൂട്ടു നിൽക്കത്തൊന്നുമില്ല. മാത്രമല്ല അങ്ങനെ എന്താണ് നടന്നതെന്ന് നമുക്ക് അറിയില്ലല്ലോ. ഞാൻ മുമ്പുള്ള വീഡിയോ പറഞ്ഞ പോലെ ചിലപ്പോൾ ഒന്ന് ഹഗ് ചെയ്തതൊക്കെ ആയിരിക്കാം ഇദ്ദേഹത്തിന് ഇറിറ്റേറ്റിംഗ് ആയി തോന്നിയത്. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്കും അറിയില്ല. അപ്പോൾ ഇത് മിക്കവാറും ലാലേട്ടൻ വന്നിട്ട് ഈ വിഷയം പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് സാധ്യത. വലിയ ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ വലിയ പ്രശ്നമില്ലാതെ പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് സാധ്യത. ഷാനവാസ് ഒരിക്കലും അനീഷിനെ ചതിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അനീഷുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഷാനവാസിന് ഭയങ്കരമായിട്ട് വാല്യൂ പുള്ളി ചെയ്യുന്നുണ്ട്. ഇന്നലത്തെ സംഭാഷണത്തിൽ പുള്ളി പറയുന്നുണ്ട്, എനിക്ക് അനീഷിനെ മാത്രം ബോധ്യപ്പെടുത്തിയാൽ മതി, എ ടു ഇസഡ് എൻ്റെ കൂടെ അവൻ നിന്നതാണ് എന്നൊക്കെ ആദിലേരെ നൂറയുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അനീഷുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിൽ ഷാനവാസ് ഭയങ്കര വാല്യൂ കൊടുക്കുന്നുണ്ടെന്നാണ് ആ ഒരു സംഭാഷണത്തിൽ കാണാൻ കഴിയുന്നത്.